പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാമാണ്. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 വൃശ്ചിക മാസം 4-ാം തീയതി, അതായത് 2024 നവംബർ 19 ചൊവ്വാഴ്ച, മംഗളവാരം. ചൊവ്വാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:24 അസ്തമയം വൈകിട്ട് 5:55 നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് 3:24 മുതൽ 4:54 വരെയുള്ള സമയം രാഹുകാലമായി 1.5 മണിക്കൂർ പരിഗണിക്കേണ്ടതുണ്ട്. നാളത്തെ നക്ഷത്രം അതിശക്തമായ ശിവൻ്റെ നക്ഷത്രമാകുന്നു, തിരുവാതിര. തിരുവാതിര നാം ശുഭകാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ വിദ്യാഭ്യാസത്തിന്, വിദ്യ പ്രദാനം ചെയ്യാൻ, അറിവ് പ്രദാനം ചെയ്തു കൊടുക്കാൻ തിരുവാതിര അതിശക്തമായി നാം യാത്രയ്ക്കോ ശുഭകാര്യങ്ങൾക്കോ ഉപയോഗിക്കാത്ത നക്ഷത്രത്തിൽ പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്നു. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ വിതക്കിൽ വെളിയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം, പൂരാടം, പുരൂരുട്ടാതി, തൃക്കേട്ട, ഈ 7 നക്ഷത്രങ്ങൾ. അതിനാൽ നാളെ ചൊവ്വാഴ്ചയാണ്. മറ്റൊരു വിഷയം, നാളത്തെ തിഥിയും ചതുർത്ഥി തിഥിയാകുന്നു, ഒഴിഞ്ഞ തിഥിയാകുന്നു, യാതൊരു ഗുണവുമില്ലാത്ത തിഥിയാകുന്നു, റിക്താതിഥിയാകുന്നു ചതുർത്ഥി. അതിനാൽ തിഥി ദുർബലമാണ്, ദിനം ദുർബലമാണ്. നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത നക്ഷത്രമാണ്. ഒരു ശുഭമുഹൂർത്തവും നാളെ നിങ്ങൾക്ക് ജ്യോതിഷി എന്ന നിലക്ക് തരാൻ പാടില്ല. എങ്കിലും വല്ല അത്യാവശ്യമുണ്ടെങ്കിൽ 10:30 മുതൽ 11:30 വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. പലപ്പോഴും നാം നക്ഷത്രം നോക്കിയല്ല യാത്ര ചെയ്യുക. അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ നക്ഷത്രം നോക്കി ചെയ്യാൻ നമുക്ക് പഞ്ചാംഗമോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാളെ ശിവൻ്റെ നക്ഷത്രമാകുന്നു. ശിവക്ഷേത്ര ദർശനം നാളെ നിർബന്ധമാണ്. വടക്കൻ മലബാറിലുള്ള ഭദ്രകാളി ക്ഷേത്രം, കൊല്ലം പിഷാരിക്കാവ്, ശ്രീ വളയനാടുകാവ്, കോഴിക്കോട് എളച്ചേരി കളിയാമ്പള്ളി ക്ഷേത്രം, കൂത്തുപറമ്പ് തിരുവഞ്ചേരിക്കാവ്, മാമാനത്തമ്പലം, കളരിവാതിക്കൽ, ഇവിടെയൊക്കെ തന്നെ മാടായിക്കുന്ന്, ഇവരൊക്കെ തന്നെ അതിശക്തമായ ഭദ്രകാളിയുടെ പ്രഭാവം നിയന്ത്രിക്കാൻ വേണ്ടി ശിവനെ അഭിമുഖമായി പ്രതിഷ്ഠിക്കാറുണ്ട്. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും വടക്കൻ മലബാറിലെ ക്ഷേത്രങ്ങളിൽ നാളെ ഈ തിരുവാതിര നക്ഷത്രം ചെയ്യുന്ന വഴിപാടുകൾ വളരെ ഗുണകരമായിരിക്കുമെന്ന് എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.